ഹലോ, ഞാൻ സുനി സഞ്ജീവ് രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോഹൻപുര, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പുരാൻ നിങ്ങളെ നിറയ്ക്കട്ടെ. ദീർഘായുസം പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാവേ. വചനം എല്ലാവരും പഠിക്കണില്ലേ? നമ്മൾ വചനം മനസ്സിൽ തങ്ങിയിരിക്കണം. നമ്മൾ എന്നും ഞാൻ രാവിലെ പ്രാർത്ഥിക്കാനിരിക്കെ എൻ്റെ അപ്പായ സ്വർഗീയ പിതാവേ, പിതാവേ അങ്ങോട്ട് എന്നിട്ട് ലിസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. തിരിച്ച് എന്നെ പറയണേന്ന് കേൾക്കില്ല. നമുക്ക് തിരിച്ച് ദൈവം പറയണ കേൾക്കണ്ടേ? അതിനെ ബൈബിൾ വിടുത്തി വചനം വായിക്കുമ്പോൾ നമുക്ക് ചിലത് കേൾക്കുമ്പോൾ എന്നോട് സംസാരിക്കും. ഇതെന്നോട് നമുക്ക് ഫീൽ ചെയ്യും. പരിശുദ്ധാത്മാവ് നിന്നോട് ഇത് സംസാരിക്കണേന്ന് പറഞ്ഞുതരും. അത് നമ്മൾ ആമയും പറഞ്ഞിട്ട് അത് കൂടെ അത് തന്നെ ചിന്തിച്ചുകൊണ്ട് നടക്കണം. ഞാൻ അങ്ങനെയാണ്. എനിക്ക് ചിലത് ഇങ്ങനെ എന്നോട് സംസാരിക്കുമ്പോൾ എനിക്കറിയാതെ എന്നോടാണ്. ഞാൻ അത് തന്നെ ചിന്തിച്ചുകൊണ്ട് നടന്നത്. അത് എന്നോട് അത് ഞാൻ സ്വീകരിക്കും. അപ്പോൾ അതെന്നെ ക്രിയയും. അങ്ങനെയാണ്. യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, ദൈവത്തിൽ വസിച്ചിട്ട് ദൈവം പറയണത് കേൾക്കുമ്പോൾ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിക്കുവാൻ അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോഴാണ് ദൈവത്തിൻ്റെ എന്തെങ്കിലും കിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് എളുപ്പ വഴിയിൽ 10 ദിവസം പട്ടിണി കിടന്ന് ഉപവസിച്ച ഒരു കൂട് തിരി കത്തിച്ച് ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിനല്ല. തിരി മേടിച്ച ആ കുടുംബത്തിന് എന്തെങ്കിലുമൊക്കെ അനുഗ്രഹം കിട്ടും. അത് അവർക്കൊരു സഹായമാകും. അത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ ഇത് മേടിക്കണമെങ്കിൽ ദൈവം പറയണ കേൾക്കണം, വചനം പാലിക്കണം. വചനം പാലിക്കാനോ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരും. അപ്പോൾ ഇന്നത്തെ നമുക്ക് മുടിയുടെ ഹെയറിൻ്റെ വീഡിയോസ് കാണാം. ഇതിപ്പോൾ ഒത്തിരി പേര് കരാട്ടിന് ഹെയർ ലൈസിങ്ങിൻ്റെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഈ കരാട്ടിൻ എന്ന് പറഞ്ഞാൽ നമുക്കിടെ കവറിങ്ങേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ അയൺ ചെയ്ത് തേച്ച് പിടിപ്പിക്കുക. 40 വാഷ് കഴിയുമ്പോൾ നോർമലാകുമെന്ന് അവർ പറയണേ. പക്ഷെ നമ്മൾ ചെയ്യണ കരാട്ടിൻ ബയോ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിസ ഏറ്റവും അപ്ഡേറ്റാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം വന്നവരൊക്കെ 1 വർഷമായി കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ നമുക്ക് പിന്നെ അടിക്കാൻ വന്നത്. അവർ 4-ലായിരുന്നു ന്യൂയോർക്കിൽ നിന്ന് വന്നത്. പക്ഷെ ഞാനിപ്പോൾ 5-8 മാസമായി. ഞാൻ ജൂൺ കഴിഞ്ഞിട്ടാണ് അടിക്കുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് തലയ്ക്ക് ഇങ്ങനെ ചെരിഞ്ഞുണ്ട്. ഇച്ചിരി ആദ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇച്ചിരി എനിക്കൊരു ഒട്ടൽ വരും. അപ്പോഴേക്കും ജൂണിൽ കല്യാണം ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് ഓർത്തു. പക്ഷേ എൻ്റെ മുടി ഓക്കെയാണ്. ഒന്ന് കഴിയുമ്പോഴത്തേനും ഒഴുകി കിടക്കുക. മറ്റേന്ന് പറഞ്ഞാൽ ഹെയർ ലാക്സിങ് ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. ഇപ്പോൾ വെർജിൻ ഹെയർ ഒട്ടും ഉള്ളില്ല, അടി ചുരുണ്ടിങ്ങനെ കയറില്ല ഇങ്ങനെ. അങ്ങനെയുള്ളവർക്ക് കരാട്ടിനേക്കാളും കുഴപ്പമില്ല. ഒട്ടും ഉള്ളില്ലല്ലോ, അവർക്ക് ഹെയർ ലാക്സിങ് ചെയ്യാം. ആദ്യമൊക്കെ മുടിയെ കളർ ചെയ്ത് തുടങ്ങിയോ, നമ്മളെപ്പോഴും കരാട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഡ്രൈനെസ് ആണ് പ്രോബ്ലം. ഇപ്പോൾ ചെറുപ്പക്കാർക്കും ഡ്രൈനെസ് ഉള്ള മുടിയിൽ ഹെയർ ലാക്സിങ് അല്ല, നല്ല കരാട്ടിനാണ്. ഇപ്പോൾ മുടി സിൽക്കി ഹെയർ ആയിട്ട് ഉരുണ്ടിങ്ങനെയൊക്കെ കയറി അറ്റമ്പടിയൊക്കെ നിവർന്നിരിക്കുന്ന ആ സൈസ് മുടിക്ക് ഹെയർ ലാക്സിങ്ങാണ് നല്ലത്. അപ്പോൾ നമ്മൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ഒക്കെ ഓരോ മുടിയുടെ ഇതനുസരിച്ചാണ് ഓരോന്നും ചെയ്യണേ. അപ്പോൾ ഇത് മുടി ട്രീറ്റ് ചെയ്യാണ്ട് ഇനി ഒരു രക്ഷയില്ല. നമ്മൾ മുടിയൊക്കെ ട്രീറ്റ് ചെയ്ത് അപ്പോൾ മുക്കാൽ നന്നായി. പിന്നെ പല്ലിൻ്റെ കാര്യമോടെ നോക്കിയാൽ മുഴുവനും നന്നായി നമ്മുടെ കാര്യം. ഇപ്പോൾ എല്ലാവരെയും കണ്ടാൽ ഭയങ്കര ഗ്ലാമറല്ലേ. പല്ലെന്നായാലും കെട്ടിക്കും, ഹെയർ ട്രീറ്റ്മെൻറ്റ് നടത്തും. പിന്നെ ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ തന്നെ ആയാലും എല്ലാവരും ബ്യൂട്ടി പാർലറിൽ വരുമോ. ഞാൻ ഓർക്കോട്ടെ, സാധാ കുടുംബത്തിൽ നിന്നായാൽ പോലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ 1500-2000 രൂപയൊക്കെ മതി. നമ്മൾ പകൽ സമയമാണെങ്കിൽ എന്ന് വെച്ചാൽ 10 to 5, 6 മണി വരെയുള്ള ബ്യൂട്ടി പാർലർ വന്നാൽ 2000 രൂപയ്ക്ക് നമ്മൾ ലൈറ്റായിട്ട് അവർ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഇട്ട് അവിടവും ഞാൻ ചെയ്യണമെന്ന് നോക്കണം. അപ്പോൾ നന്നായിട്ട് ഒരുങ്ങി അങ്ങ് പോകാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ആ 2000 രൂപ നമ്മൾ എന്തുമാത്രം ഫോട്ടോസ് എടുക്കണം. ഒരു ഫംഗ്ഷൻ എല്ലാവരും കൂടെ പോകുമ്പോൾ ഒന്നിച്ചൊരു ഫാമിലി ഫോട്ടോ എടുക്കാൻ പറ്റും, അവരുടെ കൂടെ നിന്ന് എടുക്കാൻ പറ്റും. ഈ ഫോട്ടോസിനൊക്കെ ഒത്തിരി വിലയുണ്ട്. നമ്മൾ ഫേസ്ബുക്കിൽ തന്നെ ഫോട്ടോസ് വരുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഫോട്ടോസ് വരുമ്പോൾ ഇതേ ഞാൻ നിൽക്കണം അന്നത്തെ. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ഇടയ്ക്കിടയ്ക്ക് വരില്ലേ. അപ്പോൾ 4 വർഷം മുമ്പിട്ട ഫോട്ടോ, 4 years ago അങ്ങനെ. അപ്പോൾ നമ്മൾ എവിടെ പോകുമ്പോഴും ബ്യൂട്ടി പാർലറുകളിൽ പോയി ലൈറ്റായിട്ടൊന്ന് അണിഞ്ഞൊരുങ്ങിപ്പോവും. അപ്പം നമ്മുടെ ഇപ്പോൾ എല്ലാവരും ഒരു ഫിലിം സ്റ്റാർ ലുക്കായി എല്ലാം. അതിനെ പിശുക്കിയിട്ടൊന്നും കാര്യമില്ല. ഞാൻ ഭയങ്കര പിശുക്കിയാട്ടോ. എനിക്ക് പിശുക്കി ഒത്തിരി അബദ്ധങ്ങൾ പറ്റാറുണ്ട്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പറ്റിയ അബദ്ധമാണ് സ്വർണ്ണം 20,000 ഒക്കെ നിന്നപ്പോൾ അതുവരെ എപ്പോഴും മേടിക്കുമായിരുന്നു. ഇനി കുറയും എന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ ഇപ്പോൾ 50 ആയിട്ടും സ്വർണ്ണക്കട തുടങ്ങാറായപ്പോഴും ഇത് തന്നെ ഇനി കുറയുമായിരിക്കും. ഇനി കുറയില്ല സ്വർണത്തിൻ്റെ ഒന്നും വില. അതുപോലെ തന്നെ നമ്മൾ റിയാലിറ്റി ഫേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പിശുക്കിയിട്ടും കാര്യമില്ല. നമ്മൾ സ്റ്റൈലായിട്ട് ഫേഷ്യലൊക്കെ, ഇപ്പോൾ ഞാൻ ഫേഷ്യൽ ചെയ്യാണ്ടിരുന്നപ്പോൾ ഇന്നൊക്കെ വന്നവർ പറഞ്ഞു എന്താ പറ്റിയ ഗ്ലാമറിന് കോട്ടം തട്ടിയില്ല. എനിക്ക് ഫേഷ്യൽ ചെയ്യാൻ സമയം കിട്ടാഞ്ഞിട്ടാ. 2 കടയുടെ ആ കടയൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം. ഈ കട ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഇതിൻ്റെ പുറകെ തുണി എപ്പോഴും എടുത്തുകൊണ്ടിരിക്കണം.
ആ കടയിൽ നമ്മൾ പിന്നെ ഡിസംബർ മുതൽ പർച്ചേസിങ് തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ആ കടയുടെ പർച്ചേസിങ് നേരത്തെ കഴിഞ്ഞതാണ്. ഇത് നമുക്ക് എപ്പോഴും തുണിയുടെ എപ്പോഴും നമ്മൾ പർച്ചേസിങ് നിൽക്കണം. അപ്പോൾ ഇതിൻ്റെ ഓട്ടത്തിനിടയ്ക്ക് ഫേഷ്യൽ ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളൂ. അപ്പോൾ സുന്ദരിയാകണം, ഫേഷ്യൽ ചെയ്തില്ലേ നമ്മുടെ മുഖവും ചീത്തയായപ്പോൾ സ്കിന്ന് ഈ ലാഫിംഗ് ലൈൻ വരും, ഇത് വരും. അങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി നമ്മുടെ ഗ്ലാമർ ഒത്തിരി താഴെ പോയിട്ട് കയറ്റിക്കൊണ്ട് വരാൻ പറ്റില്ല. മാസത്തിൽ 40 വയസ്സ് കഴിഞ്ഞാൽ മാസത്തിൽ ഒരു ഫേഷ്യൽ, 50 വയസ്സ് കഴിഞ്ഞാൽ മാസത്തിൽ 2 ഫേഷ്യൽ, 60 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഫേഷ്യൽ. ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. അത് നമുക്ക് ഒത്തിരി സ്കിന്നിന് നല്ല, നമ്മുടെ എല്ലാം മൊത്തം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ നമ്മളെ സ്നേഹിക്കണം. നമുക്ക് ദൈവം തന്നേക്കണേ. നമ്മളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ അല്ല, ദൈവം നമുക്ക് തന്നിരിക്കണയാണ്. എൻ്റെ എനിക്ക് കൈ തന്നിരിക്കണേ, എനിക്ക് മറ്റുള്ളവരെ സഹായിക്കണേ, നാക്ക് തന്നേക്കണേ, ഉപ്പിനാ രുചിയേറിയത് യേശുവിൻ്റെ കൃപയോടെ കൂടിയ വാക്കുകൾ വരാനാ, എല്ലാം ഒരാളെ സൃഷ്ടിച്ചേക്കണേ. യേശുവിന് ഈ അവയവങ്ങൾ വേണം മറ്റുള്ള ലോകത്തിനൊരു അനുഗ്രഹമായിട്ട് നിൽക്കാൻ. എല്ലാം നമ്മുടെ സ്വന്തം അല്ല, ഇതെല്ലാം നമ്മൾ തന്നെ യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന വിശുദ്ധ മന്ദിരമാണ്. ആ വിശുദ്ധ മന്ദിരത്തിനെ നമ്മൾ നോക്കണം. നമ്മുടെ ആരോഗ്യം, നല്ല ഫുഡ് കഴിക്കണം, ആരോഗ്യം മക്കളുടെ അസറ്റ്, കുടുംബത്തിൻ്റെ അസറ്റ്, ലോകത്തിൻ്റെ അസറ്റ്. അപ്പോൾ ഇനി അതിമനോഹരമായ വീഡിയോസ് കാണാം. ഹലോ, ഈ മോളുടെ ഹെയർ മേക്കോറിന് വന്നാണേ. നമ്മുടെ അടുത്ത് 2-3 പ്രാവശ്യം വന്നാൽ കേട്ടോ. മുടിയെല്ലാം ഭയങ്കര ബെറ്ററായിരുന്നു. കഴിഞ്ഞ തവണ എങ്ങാണ്ട് ആരാണ്ട് വലിച്ചുകൊണ്ട് പോയി. ഞാനതിന് വഴക്കൂടി ചെയ്തപ്പോൾ അങ്ങോട്ട് പോയിട്ടല്ല, മുടിയെല്ലാം ഡ്രൈ ആയിപ്പോയി. ഭയങ്കര ബെറ്ററായിട്ട് ആദ്യം ചെയ്തപ്പോൾ 2-3 പ്രാവശ്യം എന്ത് സ്പിരിറ്റിലാണെന്നറിയോ, മുടിയൊക്കെ അങ്ങ് നിറച്ചു വന്ന് നല്ല സോഫ്റ്റ് ആളെ ത്രില്ലിലായിരുന്നു, ഭയങ്കര സൂക്ഷിച്ചു. അത് കഴിഞ്ഞപ്പം ആരാണ്ട് ഉദ്യോഗസ്ഥ ആരാണ്ട് സോപ്പിട്ട് കൊണ്ടുപോയി. മുടി ഇപ്പം പിടിക്കാൻ വളരെ ഡ്രൈ. അത് കാരണം ഇത്തവണ കരാട്ടിനെയാണ്, ഇതുവരെ ഹെയർ ലാക്സിങ് ആണ് ചെയ്തത്. ഇപ്പോൾ അത്രയ്ക്കും ഡ്രൈ ആക്കി കളഞ്ഞു. അപ്പോൾ ഹെയർ ലാക്സിങ് ചെയ്യണം. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇത് അതിമനോഹരമാകുന്ന കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യൂ. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായില്ലേ, കരാട്ടിന ചെയ്ത് 2-4-5 പ്രാവശ്യം ഇപ്പോൾ ഹെയർ ലാക്സിങ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഇപ്പം എല്ലാവർക്കും നമ്മുടെ ഉള്ളിലത്തെ ഫ്രഷ്നെസ് പുറത്തോട്ട് വരും. ഭയങ്കര ഫ്രഷി ആയിരുന്നു. ഇത് ചെയ്തുകൊണ്ട് തന്നെയല്ല, പിന്നെ ആഫ്റ്റർ കെയർ മൾട്ടിവിറ്റാമിനൊക്കെ കഴിച്ച് ഒന്നും ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ആദ്യം ചെയ്തപ്പോൾ ഉണ്ടല്ലോ, ഹെയർ ലാക്സിങ് ആദ്യം ചെയ്തപ്പോൾ എല്ലാ മാസവും വന്ന് സ്പാ ചെയ്യണം, ക്ലീനപ്പ് ചെയ്യണം. എന്തായിരുന്നു 6 മാസം ആണെങ്കിൽ ഇപ്പോൾ റീ അടിക്കണം. 5 മാസമായപ്പോഴത്തേനും റീ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു സ്ഥിതി, ഒരു 3-4 തവണ ചെയ്യാനേ. പിന്നെ എങ്ങാണ്ട് പോയി ആരാണ്ട് വിളിച്ചുകൊണ്ട് പോയി കണ്ടില്ല. അതിപ്പോൾ മുടിയുടെ ഇടപാട് നിന്ന് ചെയ്യുമ്പോൾ എപ്പോഴും പോകുന്ന മുടി പ്രസ് ചെയ്യിക്കണം. കരാട്ടിന ചെയ്തേക്കണേ. ഇപ്പോൾ ദേ ഒഴുകി കിടക്കുക. കരാട്ടിനൊക്കെ ചെയ്തപ്പോൾ മുടി അങ്ങ് സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ട് ഇപ്പോൾ ആവശ്യത്തിന് ഉള്ളുമുണ്ട്. നാച്ചുറൽ ലുക്കിൽ തന്നെ കിടക്കണം. ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ കുറച്ച് കരാട്ടിൻ തന്നെ ചെയ്താൽ മതി. കരാട്ടിൻ ഈ ചെയ്തത് വെട്ടിപ്പോണം. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും കരാട്ടിൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന 6-7 മാസമോ 9 മാസം 1 വർഷത്തിലൊരിക്കൽ ചെയ്താലും കുഴപ്പമില്ല. കരാട്ടിൻ ഫുള്ളായ അത് ആഫ്റ്റർ കെയർ മൾട്ടിവിറ്റാമിനോട് കഴിക്കുമ്പോൾ നമുക്ക് കരാട്ടിനൊരു ഭയങ്കര 8-9 മാസം കൂടുമ്പോൾ കരാട്ടിൻ ചെയ്തിട്ട് നമ്മൾ കറക്റ്റാണ്. മറ്റേത് ഹെയർ ലാക്സിങ് ഇത് ഭയങ്കര ചുരുക്കം കൂടിയാണ് പണ്ട്. അപ്പം ഡിഫറൻസ് ഫീൽ ചെയ്യും. ഇതാകുമ്പോൾ കരാട്ടിനാകുമ്പോൾ ആ കുഴപ്പമില്ല, വേഴ്സ് പോലെ വരും. അപ്പോൾ മോളെ ഇഷ്ടപ്പെട്ടിട്ടല്ല പണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ല പിന്നെ നമ്മൾ തേടി വന്നേ. അപ്പോൾ ഇങ്ങനെ മുടിയുള്ളവരെല്ലാം ധൈര്യസമേതം ചെയ്ത് വരിക. മുടി നമുക്ക് ഹെയർ മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭയങ്കര നമ്മുടെ മേക്ക് ഓവർ തന്നെയാണ്. മുടി നന്നായാൽ മുക്കാൻ നന്നായി, ബാക്കി കാര്യങ്ങൾ മുടിയും പല്ലും നന്നായാൽ മുക്കാൻ നന്നായി. പല്ലും പിടിച്ചിട്ടുണ്ട്, അപ്പോൾ എല്ലാം നന്നായി. അപ്പോൾ എനിക്ക് വയ്യ. അപ്പം എല്ലാവരും വേഗം പോരെ. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിക്സ് ആട്ടോ ചെയ്യണത്. ശരി. ഹലോ, ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നതാണേ. നേരത്തെ ചെയ്ത ഹെയർ ലാക്സിങ്, ഈ മുടിയുടെ അവസ്ഥ കണ്ടോ. ഇത് ഹെയർ ലാക്സിങ് ചെയ്യുമ്പോൾ 6 മാസം കൂടുമ്പോൾ റീ അടിക്കണം. ഇതിപ്പോൾ 1 വർഷമൊക്കെ കഴിഞ്ഞു. അല്ലെങ്കിൽ ഇങ്ങനെ ചേഞ്ച് വരും. കരാട്ടിൻ പോലെയല്ല, കരാട്ടിൻ ചെയ്താൽ ഇങ്ങനെ ചേഞ്ച് വരില്ലായിരുന്നു. അപ്പോൾ ഇത് ഹെയർ ലാക്സിങ്. അപ്പോൾ ഇത് റീ അടിക്കാൻ വന്നേക്കണ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാം കേട്ടോ. നല്ല അതിമനോഹരമായിട്ട്. ഇങ്ങനത്തെ ഇത് ഭയങ്കര ഡ്രൈയാണ്. ഇതൊക്കെ കരാട്ടിൻ ചെയ്താലും കൂടുതൽ നല്ലതാണ്. മോക്ക് ഹെയർ ലാക്സിങ് മതിയെന്ന് പറഞ്ഞു, അത് കാരണം അത് ചെയ്യണം. റിസൾട്ട് നോക്കാവേ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞേ പാവം കൊച്ചിന് ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. വളർന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അധികം റിപ്പയർ ഒന്നും ചെയ്തില്ല കേട്ടോ. റിപ്പയർ ട്രീറ്റ്മെൻറ്റ് പുറത്താണ്. എന്നാലും എന്നിട്ട് ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു സ്നേഹപൂർവ്വം അടുത്ത ഓണം വരുമ്പോൾ എനിക്ക് പനങ്കറ വേണം. 1 വർഷം മുമ്പ് നമ്മുടെ ഹെയർ ലാക്സിങ് ചെയ്തിട്ട് പോയതാണ്. അയച്ചാൽ മുടിയൊക്കെ ഫ്രഷ് നമ്മൾ ആഫ്റ്റർ കെയർ കറക്റ്റായിട്ടില്ലെങ്കിൽ ഫ്രഷ് ആവുന്നേ. ഹെൽത്ത് ഒന്നും നോക്കാണ്ടിങ്ങനെ നമ്മുടെ ഹെൽത്താട്ടോ നമ്മുടെ അസറ്റ്. നമ്മളിങ്ങനെ എല്ലാ കാര്യത്തിനും സമ്പാദിക്കാനും ഒക്കെ ഓടിപ്പാഞ്ഞ് നടന്നിട്ട് നമ്മൾക്ക് ആരോഗ്യമല്ലേ, കുടുംബത്തിൻ്റെ അസറ്റ് എല്ലാം മൊത്തം നമ്മുടെ അസറ്റ് ആരോഗ്യമാണ്. ആരോഗ്യത്തിന് വേണ്ടി സമയം മാറ്റി വയ്ക്കണം. പ്രാർത്ഥനയ്ക്ക് മാറ്റി വയ്ക്കണം, ആരോഗ്യത്തിന് മാറ്റി വയ്ക്കണം, എല്ലാ കാര്യത്തിനും ആവശ്യത്തിന് മാറ്റി വയ്ക്കണം.
അപ്പോൾ ഇതിപ്പോൾ ചെയ്തപ്പോൾ അതിന് മനോഹരമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അടുത്ത തവണ ചേച്ചി ഇനി കണ്ടാൽ ഞെട്ടും, അതുപോലെ വരുമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തന്നെ സന്തോഷിപ്പിക്കാനുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വിറ്റാമിൻ ഗുളിക കഴിക്കട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വിശ്വസിക്കില്ല, ഇത്രയും നേരം വധിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാം കേൾക്കണം കേട്ടോ. എനിക്കിങ്ങനെ വിറ്റാമിൻ ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞാൽ ചേർക്കണമെന്ന് കാര്യമില്ല, ഹെയർ ട്രീറ്റ്മെൻറ്റൊന്നും അത് ചെയ്തെങ്കിൽ വിട്ടാൽ മതി. പക്ഷേ ഞാൻ വരുന്നവരെ എൻ്റെ കൂടപ്പുറപ്പ് പോലെ കാണാറ്. നിങ്ങൾക്ക് കൂടുതൽ ബെറ്റർ ബെനിഫിറ്റ് കിട്ടിയിട്ടല്ലേ നിങ്ങൾ പിന്നെ എന്നെ അന്വേഷിച്ചാണ്. ഈ മോൾ ഇടുക്കിക്കാരിയാണ്, ഇടുക്കിയിൽ നിന്ന് ഇവിടെ ചെയ്യാൻ പറ്റും. എൻ്റെ ഹസ്ബൻഡും വന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം അത്രയും അകലെന്ന് അത് പുറത്തുനിന്ന് വന്നിട്ട് കുറച്ച് ദിവസത്തെ ലീവിന് അവിടെ നിന്ന് ഇവിടെ വന്ന് ഒരു ദിവസം പോകും. അപ്പം അത് വന്നെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ഇടപെടണമെന്ന് എവർക്കും മനസ്സിലാകാണ്ട് വരില്ല. അപ്പം നമുക്ക് ആ റിസൾട്ട് കിട്ടണം, അത് കാരണം. അപ്പം മുടിയൊക്കെ ചെയ്യാനുള്ളൊരു എല്ലാവരും പോലെ, പക്ഷെ ഞാൻ പറയണ പോലെ ഒക്കെ കേൾക്കണം. അപ്പോൾ മോളെ ഇഷ്ടപ്പെട്ടോ? അപ്പം കൊച്ചിനെ ഇഷ്ടപ്പെട്ട മോൻ കാണിച്ചാലോ കേട്ടോ, മോൻ കാണിക്കുന്നതാണ്. അപ്പോൾ ശരിയെന്ന് ഈ ഹെയർ മേക്ക് ഓവറിന് വന്നാണ് ഇങ്ങോട്ട് ഹെയർ ലാക്സ് അല്ല ചെയ്തിട്ടേക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ചെയ്യാനാട്ടോ, ഇതിങ്ങനെ ചെയ്യാനാ. അപ്പോൾ കരാട്ടിൻ ഞാൻ പറഞ്ഞത് ആ പണ്ടത്തെ ഈ GKയും ബോട്ടോസും ഒക്കെ കരാട്ടിൻ എങ്ങനെ വലിയ ചേഞ്ച് വരത്തില്ലായിരുന്നല്ലോ. നാനോപ്ലാസ്റ്റിയെ അത് കാരണം പേടിയ ചേഞ്ച് വരില്ല എന്ന് ഓർത്തുകൊണ്ട് അതിനൊരു ചേഞ്ച് ഇല്ലല്ലോ വലിയ കാര്യമായിട്ട്, സോഫ്റ്റ് ആകുമെന്നല്ലാണ്ട്. അപ്പോൾ ഇത് ഒരു ഹെയർ ലാക്സിങ് തന്നെ ചെയ്യാൻ നോക്കാം. കുറേ കഴിയുമ്പോൾ ഈ കളറൊക്കെ ചെയ്യുന്ന കൂടി കുറേ കഴിയുമ്പോൾ നമുക്ക് ഇത് തന്നെ ചെയ്യേണ്ടി വരും, കരാട്ടിൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇങ്ങനെ ഹെയർ ലാക്സിങ് ഇപ്പം ആശാത്തിക്ക് ഇപ്പോൾ ടെൻഷൻ ഇതിങ്ങനെ നന്നായിട്ട് കിടക്കണ്ടല്ലോ, ഭയങ്കര ഫ്രസ്സി ആയി പോകാൻ മുടിയാണ്. ഒത്തിരി മുടിയുണ്ടായിരുന്നു ഒരു കാലത്ത്. ഡോക്ടർ സാറാട്ടോ, ലണ്ടനിലൊരു ഡോക്ടറാണ്, ഈ ഫേമസ് ഡോക്ടർ. അത് ഇത്രയും മുടിയുണ്ടായിരുന്നു, പനങ്കല പോലെ, അതുകൊണ്ട് കിടക്കുമായിരുന്നു. അതായിരുന്നു നമ്മുടെ കരാട്ടിൻ ചെയ്തത്. അപ്പോൾ ഇപ്പം അത് ഭയങ്കര എന്നാണ് ഭയങ്കര ഫ്രസ്സി ആശാത്തിയുടെ മുടി. അപ്പോൾ D3 എല്ലാം കഴിക്കണൊക്കെ ഉണ്ടെന്നാണ് ഡോക്ടറോട് നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ചെയ്ത മുടി ഇങ്ങനെ കിടക്കുള്ളൂല്ലോ സോഫ്റ്റായിട്ട്. അപ്പോൾ ഇപ്പം ഹെയർ ലാക്സിങ് ചെയ്ത് കഴിഞ്ഞ് യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. കുറച്ച് ഓണയോ ഇവിടുത്തെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് യേശുവിൻ്റെ കൃപയാൽ പരസ്യത്തിൽ പോലും കാണാത്ത പോലെ യേശുവിനെ മനോഹരാക്കി കണ്ടു. ഇത് ചുരുണ്ടി ഇവിടെ വരെയുള്ള മുടിയാട്ടോ, നല്ല രസമുള്ള നാടൻ മുടിയാ. ഇങ്ങനെ ഭയങ്കരമായിട്ട് അത് കീപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ ഭയങ്കര ഫ്രസ്സി ആകുമെന്ന് പറഞ്ഞത്. ആശാത്തിക്ക് ഡോക്ടറാണ്, എല്ലാം കുറവാട്ടോ. D3 മുതലെല്ലാം കുറവാന്നാണ് പറഞ്ഞത്. ഹീമോഗ്ലോബിനൊക്കെ കുറവാന്നാണ് പറഞ്ഞത്. അതിങ്ങനെ ശരീരപ്രകൃതി ഡോക്ടറാണെന്ന് പറഞ്ഞാൽ നമ്മളത് കറക്റ്റ് ആകണില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്കും ഇങ്ങനെ ഹീമോഗ്ലോബിൻ ഇങ്ങനെ കുറവ്. ഞാനിപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരപ്രകൃതിയുടെയൊക്കെ പ്രത്യേകതയായിരിക്കും ശരീരത്തിൽ അത് അബ്സോർവ് ചെയ്യണം. ഇത് കണ്ടോ പരസ്യത്തിന് വെള്ള പോലെ. അവിടെ ലണ്ടനിൽ കളർ ചെയ്തിട്ട് വന്നാൽ പക്ഷേ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല കോപ്പർ ബർഗണ്ടി പറഞ്ഞാന്ന് പറഞ്ഞാൽ ഡാർക്ക് ബർഗണ്ടി മഹാഗണിയുടെ കളർ. പക്ഷെ ചെയ്തു വന്നപ്പോൾ ഇതാ, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ആ കളർ ചെയ്തേക്കണമൊക്കെ നല്ല ഭംഗി കിടക്കണം. ഭയങ്കര ഫ്രസ്സി ഹെയറാന്ന് പറഞ്ഞു. അപ്പോൾ ആഫ്റ്റർ കെയർ ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഫ്രഷ്നെസ് മാർക്കോളും. ആ ഫ്രഷ്നെസ് കണ്ടമാനം തന്നെ ഞാൻ പറഞ്ഞില്ല, ഹെൽത്തിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് ഈ ഫ്രഷ്നെസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. എണ്ണ തേക്കാനായിട്ട് എണ്ണ തേക്കുമ്പോൾ ചുമ്മാ ഒഴുകി ഇങ്ങനെ ഇരിക്കണയാ. മുടിയിൽ എണ്ണ കഴുകി കളയുമ്പോൾ ഭയങ്കര ഫ്രഷ്നെസ് ആണെങ്കിൽ നമ്മുടെ ഉള്ളിലെ പ്രോബ്ലം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ അത് കറക്റ്റ് ആക്കണം. മുടിയായിട്ട് ഇങ്ങനെ കാണിച്ചു കേട്ടോ. വീഡിയോ പിടിക്കുന്ന ആൾ പുതിയ ആളാണ്. അപ്പോൾ ഞാൻ സാധാരണ പിടിക്കണേക്കാളും ഇങ്ങനെ എന്തെങ്കിലും ശരിയായില്ലല്ലോ എന്നൊക്കെ ഞാൻ ഡയറക്ഷൻ കൊടുത്താ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ വെച്ചേ? ഇഷ്ടപ്പെട്ടു. അതിപ്പോൾ അങ്ങോട്ട് നോക്കിയല്ലേ പറയണേ. അപ്പോൾ ഇന്നത്തെ നടപടിക്രമം പോലെ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്നല്ലേ പറയുള്ളൂ. ഇത് ഇഷ്ടപ്പെടാണ്ടിരുന്നെങ്കിൽ എത്രയും മനോഹരമായില്ലേ ഇത്. പിന്നെ ഉള്ളുള്ള മുടിയായിരുന്നു കേട്ടോ. ഇതിലൊത്തിരി ഉള്ളുണ്ടായിരുന്നത്. കണ്ടമാനം മുടി പോയത്, ഇതിൻ്റെ കണ്ടമാനം ഊരി പോണതാണ്. അപ്പോൾ നല്ല ഉള്ളുള്ള മുടിയാണ്. ഇപ്പോഴും ഉള്ളുണ്ട് ദൈവകൃപയാൽ. അപ്പോൾ ഇനി ഇത് അതിമനോഹരമായിക്കോളും. ഇതിലും കൂടുതൽ മനോഹരമാകും ആഫ്റ്റർ കെയർ യൂസ് ചെയ്ത്. ബയോട്ടിനൊക്കെ കഴിക്കേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ മുടിയുള്ളവരൊക്കെ വിഷമിക്കേണ്ട. ഭയങ്കര ഫ്രഷ്നെസ്സിനൊക്കെ ട്രീറ്റ് ചെയ്തിടില്ല, അല്ലാണ്ട് നടപടിയില്ല. അപ്പം ട്രീറ്റ് ചെയ്തിടുക, അല്ലാണ്ട് മുടിയെ കൊണ്ടുകൊണ്ടിരിക്കാൻ ആർക്കും സമയം. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോരെ. ശരി എന്നാൽ ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാൽ ഈ മുടി ഭയങ്കര ചുരുണ്ടതാണ്. അത് കാരണം അന്ന് കരാട്ടിനെ ചെയ്ത് നാനോപ്ലാസ്റ്റിയെ ചെയ്ത്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ചുരുണ്ട മുടി തലേന്ന് കിളുത്തു വന്നത് ചുരുളും. അപ്പോൾ എല്ലാം കഴുകുമ്പോൾ ഒരു ഇങ്ങനെ ഓക്കെ ആകും, അല്ല ഒരുപോലെ ആകുമല്ലോ എന്നൊക്കെ ഓർത്ത് 5 മാസമായിട്ട് നാനോപ്ലാസ്റ്റി ചെയ്ത് അടി വലിയ കുഴപ്പമില്ല.
കാല നിറച്ച് മുടി വന്നു. അന്ന് മുടിയേ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ചുരുണ്ട മുടി ആയത് കാരണമാണ് നാനോപ്ലാസ്റ്റി ചെയ്യാൻ കാരണം. അപ്പോൾ ഡിഫറൻസ് ഫീൽ ചെയ്താലോ നോക്ക്. ദൈവമേ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അടി ഇതുപോലെയൊക്കെ കിടക്കണം കണ്ട്. സാധാരണ നാനോപ്ലാസ്റ്റി ചെയ്ത് കുറച്ച് കഴിക്കുമ്പോൾ അടി ഇങ്ങനെ കേളൊക്കെ വന്നെയാണ്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റിസൾട്ട്. പക്ഷേ ഈ കൊച്ചിന് ഹെയർ ലാക്സിങ് ഇതോളം മതി എന്നാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഈ ഇങ്ങനെ ഇതിനൊട്ടും മുടി ഉള്ളില്ലല്ലോ. അപ്പോൾ ഹെയർ ലാക്സിങ് വെച്ചാൽ വോളിയം തോന്നിക്കുമല്ലോ. അപ്പോൾ അതിനങ്ങനെ വോളിയം തോന്നിക്കാൻ രീതി മതി. ഇതിങ്ങനെ തലേന്ന് ഇപ്പോൾ ചുരുക്കം വന്നൊരു ഡിഫറൻസും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരിക്കലും വരാറില്ലായിരുന്നു. എന്നാന്ന് പറഞ്ഞുകൂടാ, ആദ്യമായിട്ടാണ് സാധാരണ കാണുന്നത്. അപ്പോൾ എല്ലാം അത് കറക്റ്റായിട്ട് നോക്കണ ആളാട്ടോ. ആഫ്റ്റർ കെയറും മൾട്ടി വിറ്റാമിനും ഒക്കെ. അത് കാരണം ഇതേ ഗുണം കിട്ടി. ഈ തല നിറച്ച് യേശുവിൻ്റെ കറിയാൽ ഇതിന് മുടി ഉണ്ടായി. ഇത് കണ്ടോ, തിക്കായിട്ട് മുടിയുണ്ട്. ഈ മുടി ഇങ്ങനെ താഴെ വരെ എത്തിയാൽ പനക്കൊലയായി. അപ്പോൾ ഹെയർ ലാക്സിങ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ തവണ കരാട്ടിനായിരുന്നു ചെയ്തത്. ഇത്തവണ അതിന് എനിക്കൊന്ന് തന്നെ ഓയിൽ ഫോം ചെയ്യണ മുടിയാണോ എന്നൊരു സംശയം ഒട്ടിക്കിടക്കുമായിരുന്നു. ഈ തവണ ഹെയർ ലാക്സിങ് ചെയ്ത് തലേന്ന് കഴിഞ്ഞോണ്ട ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ആദ്യം പണ്ട് വന്നപ്പോൾ ഉണ്ട മുടിയാണെങ്കിൽ ഇത്രയുടെ തലേന്ന് 5 മാസം കൊണ്ട് കിടക്ക് വന്ന സംഭവമാണിത്. D3 ഒക്കെ കണ്ടമാനം കുറവാന്ന് തോന്നുന്നു. ഒരു കുഞ്ഞു കൊച്ചുകൊണ്ട്. അപ്പോൾ ഈ മൾട്ടി വിറ്റാമിൻ ഒന്നും കഴിച്ചില്ല. ഞാനിപ്പോൾ പറഞ്ഞ പിന്നെ വീഡിയോ കണ്ടു തുടങ്ങിയ പിന്നെ വിറ്റാമിനൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞു. യേശുവിൻ്റെ കറിയാൽ ഇപ്പോൾ വിറ്റാമിൻ കമ്പനിക്കാർക്ക് നല്ല സുഖം. നമ്മളിങ്ങനെ വിറ്റാമിൻ പറഞ്ഞ് ആൾക്കാരൊക്കെ കഴിക്കുന്നുണ്ട്. മൾട്ടി വിറ്റാമിൻ കഴിക്കാണ്ട് മുടിയൂറിലോ ഹെൽത്തിനൊക്കെ നമുക്ക് ചെയ്തേ പറ്റൂ. പണ്ടത്തെ കാലത്ത് വല്യാമ്മമാർക്ക് 4, 3, 7 മുടിയായിട്ട് പിന്നെ മിക്ക വല്യാമ്മമാരും. പണ്ടെനിക്ക് പനങ്കൊല ഉണ്ടായിരുന്നു. ഇപ്പം മുടിയെത്ര അവരും വിറ്റാമിൻ ഗുളിക എന്ന് കഴിക്കണില്ല. ഇപ്പം നമുക്ക് പല കണ്ടുപിടുത്തങ്ങൾ നമുക്ക് ഇതിനൊക്കെ അവസരമായില്ലേ. അപ്പം നമ്മൾ ലാബുകളായി. പണ്ട് ലാബ് വല്ലതും ഉണ്ട്. ഡോക്ടർ ചെയ്യുമ്പോൾ കണ്ണും ഇങ്ങനെ നോക്കി നാട്ടിലൊക്കെ നീട്ടിയല്ല ലാബ്. ഡോക്ടർ തന്നെയായിരുന്നു ലാബ്. അപ്പോൾ എല്ലാം ടെസ്റ്റ് ചെയ്യുക, മൾട്ടി വിറ്റാമിൻ കഴിക്കുക, മുട്ട കഴിക്കുക, ഇലക്കറി കഴിക്കുക. ആരോഗ്യമാണ് നിങ്ങളുടെ ആരോഗ്യം, കുടുംബത്തിൻ്റെ അസറ്റ്, മക്കളുടെ അസറ്റ്. അപ്പം കൂടി പനംകൊല പോലെയാണ്. പിന്നെ ആഫ്റ്റർ കെയർ. ഇപ്പോൾ ഒരാളൊരു പയ്യെ പറയുക ആഫ്റ്റർ കെയർ യൂസ് ചെയ്തൊന്നും കറക്റ്റ് അല്ലായിരുന്നു. ഇപ്പം ഒരു ഇടിയുടെ കൊടുക്കണം. ആദ്യം എല്ലാം കറക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് ആഫ്റ്റർ കെയർ ഞാൻ പറഞ്ഞ പോലെ യൂസ് ചെയ്യാൻ പറ്റാത്തവർ ആരും മുടി ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ മുടി ചെയ്യാൻ വന്നാൽ എനിക്ക് കാഴ്ച കിട്ടും. പക്ഷെ അതല്ല, എനിക്ക് അത് കഴിഞ്ഞത്തെ റിസൾട്ട് എല്ലാവരും പറയും എൻ്റെ മുടി പോലെ. എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് മുട്ട തിന്നു. പിന്നെ ഈ മുടി ഇങ്ങനെ വടി പോലെ കിടക്കുന്നത് ഹെയർ ലാക്സിങ്ങിൻ്റെയാണ്. അല്ല, ഹെയർ ലാക്സിങ് ചെയ്ത മുടിയാണ്. എൻ്റെ ഇവിടെയൊക്കെ കരാട്ടി. അപ്പോൾ ഇവിടെ വളവ് വരില്ല. എന്നെ ഇത് വെട്ടിപ്പോണവരെ ഇങ്ങനെ കിടക്കും. അപ്പം കരാട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കരാട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ വളവൊക്കെ ഒരു വഴി സോഫ്റ്റ് ആകും. അപ്പോൾ എല്ലാവരും പറയും കരാട്ടി ചെയ്യണതിന് മുമ്പ് പറയും ഹെയർ ലാക്സിങ് ചെയ്യണതിന് പറയും എനിക്ക് വടി പോലെ കിടക്കുന്നില്ല, ചെറിയ വളവൊക്കെ വേണ്ടോ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കരാട്ടിനെ ചെയ്യുന്നതെന്ന് വെച്ചു ചെറിയൊരു വളവ് ഒരു പറയും ചേച്ചി എൻ്റെ മുടി സ്ട്രെയിറ്റ് ആയിട്ടെല്ലാം വളഞ്ഞു പോയിന്ന്. അപ്പോൾ വളവെല്ലാവർക്കും വേണം. കാരണം കരാട്ടിന് കുറച്ച് ദിവസം കഴിയുമ്പോൾ പോലും ചെറിയ വളവുകൾ വരും. നോ കെമിക്കലാണ്, ബോഡിനെ തകർക്കണില്ല, അതിനങ്ങനെ വരും. പക്ഷേ ഹെയർ ലാക്സിങ് ഇത് ഇപ്പോൾ ഇടി വെട്ടി പോണവരെ ഇത് ചെയ്ത മുടി ഇങ്ങനെ കിടക്കും. ഇവിടെ വരെ ഈ കൊച്ചിപ്പോൾ നല്ല തിക്നെസ്സായി. ഈ അതിങ്ങനെ നീണ്ടു വരുമ്പോൾ പയ്യെ അറ്റം വെട്ടി കൊടുത്താൽ മതി. മൾട്ടി വിറ്റാമിനൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് മുടിയായിക്കോളും. മുടി കുറേ പൊട്ടലുണ്ട്, അതാണ് പ്രശ്നം. അതാ ഇപ്പോൾ കൊച്ചിന് വിറ്റാമിൻ ഗുളികയൊക്കെ എടുത്തപ്പോൾ ഒത്തിരി നര കുറഞ്ഞെന്നാണ് പറഞ്ഞത്. അപ്പോൾ വൈറ്റ് ഹെയർ ഒക്കെ നന്നായിട്ട് വന്നു. D3 ഒക്കെ ഒത്തിരി കുറവാണ്. അപ്പം നമ്മൾ ആ റിസൾട്ടുകൾ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരൊന്നും നിരാശപ്പെടേണ്ട. എല്ലാത്തിനും ഈശ്വരൻ നമുക്ക് പരിഹാരം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഓരോന്ന് കണ്ടുപിടിക്കുന്നത് നമുക്ക് വേണ്ടിയാന്ന് ഓർക്കണം. മരുന്ന് കണ്ടുപിടിക്കുന്നത്, ഈ മുടിയുടെ ഇതൊക്കെ നിവർത്താൻ കണ്ടുപിടിക്കുന്നത്, ഇതെല്ലാം നമുക്ക് വേണ്ടിയാ. ദൈവം അവർക്ക് ആ ബുദ്ധി കൊടുത്തേക്കണേ. അപ്പം മുടി ചെയ്യാനുള്ളവരെല്ലാം യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാൻ പറ്റും. നമുക്ക് ആ റിസൾട്ട് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും നിരനിരയായിട്ടേക്ക് പോലെ. ഈ മോള് ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. ഈ മുടി ഇതിന് ഉണ്ട്, പൊട്ടൽ ഇതൊക്കെ ഉണ്ട്. എന്നാലും അത്ര കുറ്റം പറയാനൊന്നുമില്ല. പൊട്ടലെന്നൊക്കെ പറഞ്ഞാൽ കുറ്റമല്ല, എല്ലാം മുടിക്കും. നമുക്ക് പണ്ടൊക്കെ നല്ല പ്രായത്തിൽ നമ്മുടെ മുടി കാണുമ്പോൾ എല്ലാവരും എന്ത് മുടി കുറേ കഴിഞ്ഞാൽ അത്രയും മുടിയുള്ള ഒരു പ്രായമാകുമ്പോൾ ആ മുടി കണ്ടിട്ട് എന്ത് രസം എന്നൊക്കെ പറയുമോ. ഇല്ലാത്ത എന്നാൽ മുടിയൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഗ്ലാമർ പോയി പൊട്ടിപ്പൊളിയിക്കുക മുടിക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും പറയില്ല, ഹെൽത്തിൻ്റെ പ്രതീകമാണ് മുടിയെങ്കിലും പ്രായം കൂടുന്തോറും മുടിയുടെ പോളിഷ് ലുക്കൊക്കെ കുറയും. ആ ഓയിൽ പ്രൊഡക്ഷനൊക്കെ കുറഞ്ഞിട്ടായിരിക്കും ഒരു 40 ഒക്കെ കഴിയുമ്പോൾ ആ തിളക്കം കുറയും. അപ്പോൾ നമ്മൾ ഈ ട്രീറ്റ് ചെയ്യണതിന് ആ ഗ്ലോയും തിളക്കവും പഴയ പോലെയും ഒക്കെ നമുക്ക് വീണ്ടെടുക്കാൻ ദൈവം ഓരോരുത്തർക്ക് ബുദ്ധി കണ്ടു. ഇപ്പോൾ കറണ്ട്
ഇത് കണ്ടുപിടിക്കാൻ ഒരാൾക്ക് ബുദ്ധി കൊടുത്തത് നമുക്ക് കൂടെ അനുഗ്രഹമായില്ലേ? അതുപോലെ ഈ ലോകത്ത് ആർക്ക് ബുദ്ധി കൊടുക്കുന്നത് നമുക്ക് അനുഗ്രഹമാകാനാണ്. അപ്പോൾ നമ്മൾ ആ അനുഗ്രഹത്തിനെ യൂസ് ചെയ്യാൻ പോവുക. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇതൊക്കെ കരാട്ടിനാണ് ചെയ്യാൻ പോകണം. കരാട്ടെന്ന് പറഞ്ഞ് എവിടെ നിങ്ങൾ ചെല്ലുമ്പോഴും കരാട്ടിൻ്റെ പേര് വയ്ക്കും. ആർക്കും കരാട്ടിൻ്റെ പേരറിയാൻ പാടില്ല. കരാട്ടിന് എല്ലാ കമ്പനിക്കും പേരുണ്ട്, അതിൻ്റേതായ റേറ്റ് വ്യത്യാസമുണ്ട്. കരാട്ടിന് ഒത്തിരി ലോ ക്ലാസ് ഉണ്ട്. അതൊക്കെ ചെയ്ത് മുടിക്കും തലയ്ക്കും കംപ്ലൈൻറ്റ് വരുത്തരുത് കേട്ടോ. കരാട്ടിന് എപ്പോഴും നമ്മൾ ചോദിച്ചിട്ടേ ചെയ്യാവുള്ളൂ എന്നാണ് പറയുന്നത്. അത്രയും പ്രശ്നമില്ല ഹെയർ സ്മൂത്തനിങ്ങിനൊന്നും. കരാട്ടിനിൽ ഇങ്ങനെ നല്ല കമ്പനിയുടെ ആകണമെന്ന് നിർബന്ധമാണെന്ന് പറയുന്നത്. അത് കാരണമാട്ടോ നമ്മൾ പണ്ട് മുതലേ കരാട്ടിന് ഇവിടെ സൂപ്പർ ഹിറ്റ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ നമ്മൾ നാനോപ്ലാസ്റ്റി ആണ് ഇതുവരെ ചെയ്ത്, ഇപ്പോൾ നമ്മൾ ബയോടാനിസാണ് ചെയ്യണേ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മക്കളുടെ മുടി കരാട്ടിൽ ബയോടാനിസ് ആട്ടോ ചെയ്തേ. ഒരു ചേട്ടത്തിയ രീതിയാണ്. എല്ലാവരും കൂടി ഒന്നിച്ചെന്ത് രസമല്ലേ? ചേട്ടത്തിയ രീതിമാർ 2 സ്ഥലത്തൊക്കെയാണ്, പക്ഷെ ഒന്നിച്ച് വന്ന് ഒരു അടിപൊളിയായിട്ട് 3 പേരുണ്ട്. അപ്പം കാണാത്താലും നിങ്ങളുടെ വിശേഷം ഞാനതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എനിക്കൊക്കെ കേൾക്കുമ്പോൾ പുതിയ എനിക്കിങ്ങനെ ചേട്ടത്തിയ രീതിയിലാണിട്ടേ ഒരെന്നാക്കി എനിക്ക് വർത്താനം പറയണ ഇതൊക്കെയാണ് ഓർത്തുകൊണ്ടിരിക്കുക. മുടി ഇങ്ങനെ ഭയങ്കര ഫ്രിസി ഹെയർ ആയിരുന്നു, ഭയങ്കര സോഫ്റ്റായി. ഈ മുടി എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് ഭയങ്കര ഇങ്ങനെ കട്ടിയുള്ള മുടിയാണ്. ആ അനിയത്തിയുടെ ചേച്ചിയുടെ മുടിയിനേക്കാളും വ്യത്യസ്തമായിട്ട് നേരെ തിരിച്ച് ഓപ്പോസിറ്റുള്ള ഭയങ്കര ഇങ്ങനെ ഓരോ മുടിക്കും കട്ടിയുള്ള, എൻ്റെ മുടിയൊക്കെ ഇങ്ങനത്തെ മുടിയാണ്, അങ്ങനത്തെ കനമുള്ള മുടിയാണ്. ഈ കരാട്ടിൻ ബയോടാനിസ് ചെയ്തേക്കണേ യേശുവിൻ്റെ കൃപയാൽ. വേറെ ചിലത് ഇപ്പോൾ ഈ മോള് തന്നെ റീബോണ്ടിങ് വിത്ത് കരാട്ടിൻ ചെയ്തു എന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഹെയർ ലാസ്റ്റിങ്ങോ സ്മൂത്തനിങ് അതൊക്കെ ചെയ്തിട്ട് പിന്നെ കരാട്ടിൻ ചെയ്യണതാണ്. പണ്ട് അങ്ങനെ ഉണ്ടാകുന്നു. ഇപ്പോൾ എനിക്കൊന്നും ആവശ്യമില്ല. കരാട്ടിൻ ചെയ്താൽ എന്ത് ചെയ്താലും 6 മാസം കഴിയുമ്പോൾ നമുക്ക് റീയടിക്കണം. അപ്പോൾ പിന്നെ എല്ലാവരും നേരെ കെമിക്കൽ ചേർത്താലേ യൂസ് ചെയ്യാറുള്ളൂ. ഇത് നോ കെമിക്കലാണ്. ഇപ്പോൾ ആർക്കും അധികം കെമിക്കൽ, ഈ കളറിനൊക്കെ ഭയങ്കര കെമിക്കലല്ലേ. ഈ കെമിക്കൽ നോ കെമിക്കൽ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിനാണ് ഇപ്പോൾ ഡിമാൻഡ്. അപ്പോൾ ഇഷ്ടപ്പെട്ട മോളെ. അപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ളവരെല്ലാം നിരനിരയായിട്ട് ഇങ്ങനെ പോരെ. 10 മണിക്ക് ചെയ്തു തുടങ്ങിയാൽ 2 മണിക്കേ തീരുള്ളൂ. 12 മണിക്കെങ്കിലും ഉള്ളിൽ വന്നിട്ടോ 4 മണിക്കൂറെങ്കിലും എടുക്കും ഇത് ചെയ്യാനേ. പിന്നെ വരുമ്പോൾ എപ്പോഴും ഓർക്കണം, ഞാനല്ല ഇത് ചെയ്യണേ, ഇവിടുത്തെ സ്റ്റാഫായിരിക്കും ചെയ്യണേ. ഒരു കൊച്ച് കമൻറ്റ് ഇട്ടു എന്ന് പറഞ്ഞു, ആ ചേച്ചി വീഡിയോ പിടിക്കുക മാത്രമേ ഉള്ളൂ, എനിക്കിതൊന്നും ചെയ്യാനുള്ള ആരോഗ്യശേഷിയില്ല, പട്ടുമൊന്നും ചെയ്യാറില്ല. ഇവരൊക്കെ കമ്പനിക്കാർ വന്നിട്ട് ഇവിടെ സ്റ്റാഫിനെ പഠിപ്പിച്ചേക്കണേ, അവരാണ് ഇവിടെ ചെയ്യാറുള്ളത്. ഞാൻ വീഡിയോ പിടുത്തം സത്യം പറഞ്ഞാൽ ഉള്ളൂ. പിന്നെ ഒത്തിരി തിരക്കൊക്കെ ഇന്ന് 2 പേരോടൊപ്പം അതിന് ചെയ്യാൻ കൂടിയെന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ ഞാൻ ചെയ്യുമെന്നല്ല പ്രതീക്ഷിക്കാതെ, ഞാൻ ചെയ്താൽ ഒന്നും ശരിയാവില്ല. എവർ നിത്യത്തൊഴിലഭ്യാസി ആനയെ നിൽക്കുക, അവരെന്നും ഇത് ചെയ്താലുള്ളൂ. അപ്പോൾ അവർ ചെയ്യുന്ന ഇത്രയും ബെറ്റർ ആവില്ല ഞാൻ ഓടി വന്നിട്ട് ചെയ്താൽ. എനിക്ക് അപ്പുറം ഇപ്പുറം കടയുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് പണിയെടുക്കണം മടിയാണ്. അതിനല്ലേ നമ്മൾ അവരൊക്കെ നല്ല പ്രാക്ടീസ് കൊടുത്തിരിക്കണേ. അപ്പോൾ 4 മണിക്കൂറും എടുക്കും. ഇത്രയും പറഞ്ഞതാട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ളവരെല്ലാം നേരത്തെ ഇനി പോലെ ഫംഗ്ഷനൊക്കെ തലേദിവസം ചെയ്യാണ്ട് ഒരാഴ്ചയോ 2 ആഴ്ചയോ മുമ്പ് ഇങ്ങനെയൊക്കെയാണോ നിങ്ങളിങ്ങനെ പോരേട്ടോ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരായി. ശരി എന്ന്.